ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യുന്നത് ക്രോസ് കട്ട് ബ്ലൗസും അതുപോലെ നോർമൽ ബ്ലൗസും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. നമുക്കറിയാം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബ്ലൗസ് ഉണ്ട്. അതായത് നോർമൽ ബ്ലൗസ്, ക്രോസ് കട്ട് ബ്ലൗസ്, കട്ടോരി ബ്ലൗസ്, പ്രിൻസസ് കട്ട് ബ്ലൗസ്. അങ്ങനെ നമ്മുടെ ഫ്രണ്ട് പോർഷൻ്റെ കട്ടിങ്ങിൻ്റെ വേരിയേഷൻ അനുസരിച്ച് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബ്ലൗസ് ഉണ്ട്. അപ്പോൾ അത് നമുക്ക് എങ്ങനെ തിരിച്ചറിയാം? മെയിനായിട്ട് ഞാനിപ്പോൾ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത് ക്രോസ് കട്ട് ബ്ലൗസും നോർമൽ ബ്ലൗസും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. അത് ആർക്കൊക്കെ എങ്ങനെയൊക്കെ സ്റ്റിച്ച് ചെയ്യണം, അതുപോലെ ഏതൊക്കെ ടൈപ്പ് ബ്ലൗസുകൾക്ക് അങ്ങനെ എന്തൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പാടില്ല തുടങ്ങിയിട്ടുള്ള ഡീറ്റെയിൽസാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇതൊരു നോർമൽ കട്ട് ബ്ലൗസാണ്. നമുക്കിത് എങ്ങനെ തിരിച്ചറിയാം എന്ന് നോക്കാം. ഇതെൻ്റെ ഫ്രണ്ട് പോർഷനാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കപ്പിൻ്റെ ഈ ഭാഗത്തും അതുപോലെ ഈ ഷോൾഡറിൻ്റെ പോർഷൻ പിടിച്ച് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ പുള്ളി ചെയ്ത് നോക്കുക, വലിച്ചു നോക്കുക. അപ്പോൾ ഇത് വലിയുന്നില്ല, ഒരു ശകലം പോലും ഇത് വലിയത്തില്ല. അപ്പോൾ അങ്ങനെ വരുന്നതാണ് നോർമൽ കട്ട് ബ്ലൗസ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഡിസൈൻ കണ്ടോ, സ്ട്രെയിറ്റ് ആയിട്ടാണ് ഇതിൻ്റെ ഡിസൈൻ വരുന്നത്. ഇതിൻ്റെ ബാക്കിലും സ്ട്രെയിറ്റ് ആയിട്ട് തന്നെയാണ് ഡിസൈൻ വരുന്നത്. നമ്മളൊരിക്കലും ബാക്കിൽ സ്ട്രെയിറ്റ് കട്ട് ചെയ്യില്ല, ക്രോസ് കട്ട് ചെയ്യില്ല. ഫ്രണ്ട് പോർഷനിൽ മാത്രമാണ് ഈ ഡിഫറൻസ് ഒക്കെ വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ സ്ട്രെച്ച് ചെയ്യുമ്പോൾ ഈ ബ്ലൗസ് സ്ട്രെച്ച് ആകുന്നില്ല. അതാണ് നോർമൽ ബ്ലൗസ്. നമ്മൾ എങ്ങനെയാണോ ഇത് സ്റ്റിച്ച് ചെയ്യുന്നത് അതേപോലെ തന്നെയാണ് വെയർ ചെയ്യുമ്പോഴും വരുന്നത്. അപ്പോൾ ഇതൊരു ക്രോസ് കട്ട് ബ്ലൗസാണ്. അപ്പോൾ ഇതിൻ്റെ കപ്പിൻ്റെ പോർഷൻ ഇതുപോലെ എടുക്കുക. നമ്മൾ ആദ്യം ചെയ്തതുപോലെ തന്നെ ഷോൾഡറിൻ്റെ ഭാഗത്തും അതുപോലെ കപ്പിൻ്റെ ഭാഗത്തും ഇതുപോലെ പിടിച്ച് ജസ്റ്റ് ഒന്ന് വലിച്ചു നോക്കുക. കണ്ടോ, ഇത് നന്നായിട്ട് സ്ട്രെച്ച് ആകുന്നുണ്ട്. അപ്പോൾ ഇതിനെയാണ് ക്രോസ് കട്ട് ബ്ലൗസ് എന്ന് പറയുന്നത്. അതുപോലെ അതിൻ്റെ ഡിസൈനും നമുക്ക് കാണുമ്പോൾ അറിയാം, ഇങ്ങനെ ക്രോസ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ പ്ലെയിൻ ആയിട്ടുള്ള ബ്ലൗസ് ആണെങ്കിൽ പോലും നമ്മൾ ജസ്റ്റ് ഇങ്ങനെ പിടിച്ച് ഒന്ന് വലിച്ചു നോക്കുക. അപ്പോൾ നമുക്കറിയാൻ പറ്റും. ക്രോസ് കട്ട് ആണെങ്കിൽ നന്നായിട്ട് വലിയും, അല്ലാതെ നോർമൽ കട്ടാണെന്നുണ്ടെങ്കിൽ വലിയത്തില്ല. അതാണ് ഇത് തമ്മിലുള്ള ഡിഫറൻസ്. ക്രോസ് കട്ട് ബ്ലൗസ് കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത് അത്യാവശ്യം വണ്ണമുള്ള ആളുകൾക്ക്, അതുപോലെ നമ്മുടെ ബ്രസ്റ്റിൻ്റെ പോർഷൻ അത്യാവശ്യം സൈസ് കൂടുതലുള്ള ആളുകൾക്ക് തുടങ്ങിയവർക്കാണ് ഇതുപോലെ ക്രോസ് കട്ടായിട്ട് സ്റ്റിച്ച് ചെയ്യുന്നത്. പിന്നെ ചിലർ പ്രത്യേകം പറയും നമ്മളോട്, ഞങ്ങൾക്ക് ക്രോസ് കട്ട് തന്നെ വേണം. ചിലർക്ക് കസ്റ്റമേഴ്സിന് അറിയില്ല ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നൊന്നും അറിയില്ല. ബ്ലൗസ് തയ്ക്കണമെന്ന് മാത്രമേ അവർ പറയുള്ളൂ. എന്നാൽ ചിലർ പറയും എനിക്ക് ഇങ്ങനെ തയ്ക്കുമ്പോഴാണ് കംഫർട്ട്, എനിക്ക് ക്രോസ് കട്ട് തയ്ക്കണം എന്നാൽ ചിലർ നമ്മളോട് പ്രത്യേകം പറയും. അപ്പം ചിലർക്ക് വണ്ണത്തിൽ വേരിയേഷൻ വരുന്നവരുണ്ട്. ചിലർ പറയും എനിക്ക് പെട്ടെന്നാണ് വണ്ണം കൂടുകയും കുറയുകയൊക്കെ ചെയ്യുന്നത് എന്ന് പറയും. അപ്പോൾ അങ്ങനെ ഉള്ളവർക്കും നമ്മൾ ക്രോസ് കട്ടായിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. കാരണം അവരുടെ വണ്ണത്തിൻ്റെ ചെറിയ ചെറിയ വ്യതിയാനങ്ങൾക്കനുസരിച്ച് ഈ ക്രോസ് കട്ട് ബ്ലൗസ് സ്ട്രെച്ച് ആയിക്കോളും. അപ്പോൾ അത് അവർക്ക് ഇട്ട് കഴിയുമ്പോഴും കംഫർട്ടബിൾ ആയിരിക്കും. അതുപോലെ സ്ട്രെയിറ്റ് കട്ട് ബ്ലൗസ് ആണെങ്കിൽ നമ്മളത് വണ്ണം വെക്കുന്നതിൻ്റെ അനുസരിച്ച് നമ്മളത് അഴിച്ച് ഒക്കെ കൊടുക്കേണ്ടി വരും. ക്രോസ് കട്ട് ബ്ലൗസിന് ചെറിയ വേരിയേഷൻസിനൊന്നും അങ്ങനെ അഴിക്കേണ്ട ആവശ്യം വരുന്നില്ല. അത് ഓട്ടോമാറ്റിക്കലി അത് അവർക്ക് ഈ ബ്ലൗസിൻ്റെ ഫ്രണ്ട് പോർഷൻ സ്ട്രെച്ച് ആകുന്നത് കൊണ്ട് തന്നെ അവർക്ക് കംഫർട്ടബിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇനി ക്രോസ് കട്ട് ചെയ്യാൻ പാടില്ലാത്തത് ഏത് അവസരങ്ങളിലാണെന്ന് നോക്കാം. ഈ കോളേജിലൊക്കെ പോകുന്ന കുട്ടികൾക്ക് നെക്കിൻ്റെ പോർഷൻ ബോട്ട് നെക്ക്, അതുപോലെ നമ്മളെന്തെങ്കിലും ഡിസൈൻ കൊടുത്ത് നെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് സ്ട്രെയിറ്റ് കട്ടായിട്ട് ചെയ്യുന്നതായിരിക്കും. നമ്മൾ എങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നോ അതേ ഫിനിഷിങ്ങിൽ തന്നെ അവർക്കത് വെയർ ചെയ്യാൻ സാധിക്കും. അതുപോലെ ഇപ്പോൾ എന്തെങ്കിലും ആരി വർക്ക്, എംബ്രോയ്ഡറി വർക്ക് തുടങ്ങിയിട്ടുള്ള വർക്കുകളൊക്കെ ചെയ്യുമ്പോൾ നമ്മളൊരിക്കലും ക്രോസ് കട്ടായിട്ട് തയ്ക്കാറില്ല. അത് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെയാണ് അതിൻ്റെ കട്ടിങ് ചെയ്യുന്നത്.
അതുപോലെ തന്നെ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്യുമ്പോൾ നെക്കിൻ്റെ പോർഷൻ വലിഞ്ഞു പോകുന്നില്ല. എത്ര ഇറക്കത്തിലാണോ നമ്മൾ നെക്ക് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് അതേ ഇതിൽ തന്നെ അതേ ഇറക്കത്തിൽ തന്നെ ആയിരിക്കും അത്. അതിൻ്റെ നെക്കിൻ്റെ ആ സ്ട്രക്ചറിലും വ്യത്യാസം വരുന്നില്ല. അപ്പോൾ ഈ ക്രോസ് കട്ട് ബ്ലൗസ് വരുമ്പോൾ അങ്ങനെയല്ല. നമ്മൾ ഇത് കണ്ടോ, നെക്കിൻ്റെ പോർഷൻ നന്നായിട്ട് സ്ട്രെച്ച് ആകും. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ നമ്മൾ എത്രയാണോ നെക്ക് ആവശ്യമായിട്ട് വരുന്നത് അതിൽ നിന്ന് ഒരു 1/2 ഇഞ്ചൊക്കെ കുറച്ച് വേണം കട്ട് ചെയ്യാൻ. അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്നിടത്തായിരിക്കുകയില്ല കഴുത്ത് വന്ന് നിൽക്കുന്നത്, ഒരുപാട് ഇറങ്ങിപ്പോകും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഒരു ക്രോസ് കട്ട് ബ്ലൗസ് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത്, അതിന് മാർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അതുപോലെ സ്ട്രൈറ്റ് കട്ട് ബ്ലൗസും എങ്ങനെയാണ് മാർക്ക് ചെയ്യുന്നതെന്നുള്ളത് കാണിച്ചു തരാം. നിങ്ങൾക്ക് ഈ ഒരു ഡിസൈൻ കാണുമ്പോൾ തന്നെ അറിയാം ഇങ്ങനെയാണ് ഡിസൈൻ വന്നിരിക്കുന്നത്. നമ്മൾ ഇതുപോലെ ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ 2 സൈഡിലും പിടിച്ച് ഇതുപോലെ വലിച്ച് നോക്കുമ്പോൾ ഇത് സ്ട്രെച്ച് ആകുന്നില്ല. അപ്പം ഇതാണ് അതിൻ്റെ നേരെയുള്ള ആ ഭാഗം വരുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഒരു നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പെട്ടെന്നൊന്ന് കാണിച്ചു തരാം. ഇങ്ങനെയായിരിക്കും നമ്മൾ ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്ത് എടുക്കുന്നത്. ഈ ഒരു രീതിയിൽ വരച്ച് കട്ട് ചെയ്തെടുക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സ്ട്രെച്ച് ആകത്തില്ല. കണ്ടോ, ജസ്റ്റ് ഒരു നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഒരു ഇത് ഡ്രോയിങ് കാണിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ ക്രോസ് കട്ട് ബ്ലൗസ് നമ്മൾ കട്ട് ചെയ്യുകയാണെങ്കിൽ ക്ലോത്തിൽ തന്നെ നമ്മൾ ജസ്റ്റ് ഇത് കണ്ടോ, ഇതിപ്പോൾ സ്ട്രൈറ്റ് ഇങ്ങനെയാണ് വരുന്നതെങ്കിൽ അതിൻ്റെ ജസ്റ്റ് ക്രോസ് ഇങ്ങനെ പിടിക്കുക, ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വലിച്ചു നോക്കുക. കണ്ടോ, നന്നായിട്ട് സ്ട്രെച്ച് ആകുന്നുണ്ട്. അപ്പോൾ നമ്മളെങ്ങനെയാണ് വരയ്ക്കേണ്ടത്, ഈ ഒരു പോർഷനിലാണ് സംഭവം സ്ട്രെച്ച് ആകുന്നത്. ഇങ്ങനെയോ അല്ലെങ്കിൽ ഇങ്ങനെയോ. കണ്ടോ, ഇതാണ് ക്രോസ് ആയിട്ട് വരുന്നത്. അതായത് സ്ട്രെയിറ്റ് ആയിട്ടാണ് നമ്മൾ കട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ ഒരു രീതിയിലായിരിക്കും നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. ഇനി ക്രോസ് ആയിട്ടാണ് സ്റ്റിച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒന്നുകിൽ ഈ ഒരു രീതിയിലോ അല്ലെങ്കിൽ ഈ ഒരു രീതിയിലോ ആയിരിക്കണം നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം ഇവിടെ ഷോൾഡറിൻ്റെ പോർഷൻ ഇവിടെ വരുന്നു. ഇത് നെക്കിൻ്റെ ലൈനാണ്. ഇവിടെ വരുന്നത് ആം ഹോള്. കണ്ടോ, ഈ ഒരു രീതിയിലായിരിക്കണം. ക്ലിയർ ആകുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സ്ട്രെയിറ്റ് കട്ടും ക്രോസ് കട്ടും തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനിയും പുതിയ ഓരോ സ്റ്റിച്ചിങ് ഐഡിയാസുമായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ അതുവരെ ടാറ്റാ ബൈ ബൈ.